നമസ്കാരം, ഞാൻ ഡോക്ടർ അമീന അസ്ലം, AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ആണ്. മെയ് 7 എല്ലാ വർഷവും ലോക ആസ്മ ദിനമായി നമ്മൾ ആചരിക്കുന്നു. ഈ വർഷത്തെ തീം എന്നുള്ളത് ആസ്മ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് പൊതുജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കുക എന്നതാണ്. അതിനാൽ ആസ്മ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് നിങ്ങളോടൊത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന അലർജി എന്നതാണ് ആസ്മ എന്ന് നമുക്ക് വളരെ ലളിതമായി പറയാം. ശ്വാസകോശത്തിലേക്കുള്ള ശ്വാസനാളങ്ങൾ സങ്കോചിക്കുകയും അതിൽ നീർക്കെട്ടുണ്ടാവുകയും തന്മൂലം അടിക്കടി ഉണ്ടാകുന്ന ചുമ, കഫക്കെട്ട്, ശ്വാസതടസ്സം എന്നിങ്ങനെയുള്ള രോഗാവസ്ഥയാണ് ആസ്മ എന്ന് പൊതുവായി പറയപ്പെടുന്നത്. എല്ലാ പ്രായക്കാരിലും ആസ്മ വന്നേക്കാം. കൂടുതലായി കാണുന്നത് കുട്ടികളിലാണ്, പൊതുവായി 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. 20 വയസ്സിന് മുകളിൽ വരുന്ന ആസ്മയെ നമ്മൾ അഡൾട്ട് ഓൺസെറ്റ് ആസ്മ എന്നാണ് പൊതുവായി പറയുന്നത്. അത് സ്ത്രീകളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. പ്രത്യേകമായിട്ടുള്ള ജീൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആസ്മ എന്നുള്ള രോഗാവസ്ഥ കൂടുതലായി പാരമ്പര്യമായിട്ട് കാണപ്പെടുന്നു. അതായത് അച്ഛനമ്മമാരിൽ ആസ്മ ഉണ്ടെങ്കിൽ അത് കുട്ടികളിലും കാണപ്പെടുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ ശ്വാസനാളങ്ങൾ സങ്കോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെ നമ്മൾ പൊതുവായി ട്രിഗേഴ്സ് എന്നാണ് പറയപ്പെടുന്നത്. സാധാരണയായി കാണുന്ന ട്രിഗേഴ്സ് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണുന്ന പൊടിപടലങ്ങൾ, കാലാവസ്ഥ വ്യതിയാനം, അതായത് തണുത്തത്, ഈർപ്പം നിറഞ്ഞതായിട്ടുള്ള കാലാവസ്ഥ, അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വായുമലിനീകരണം, വീട്ടിൽ നമ്മൾ വളർത്തുന്ന വളർത്തു മൃഗങ്ങളിൽ നിന്നുള്ള ഡാൻഡ്രഫ്, അതിൽ നിന്നുള്ള ദ്രാവകം, പിന്നീട് ഭക്ഷണ പദാർത്ഥങ്ങൾ, പൊതുവായിട്ട് സീ ഫുഡ്, ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ ഗോതമ്പ് എന്നിവയ്ക്കെതിരെയാണ് നമ്മുടെ ശരീരം ഹൈപ്പർ റെസ്പോൺസീവ് ആകുന്നത്. അതായത് മേൽപ്പറഞ്ഞ ട്രിഗേഴ്സിനെ നമ്മുടെ ശരീരം ഒരു ഇൻഫെക്ഷൻ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ആസ്മയെ കൂടുതൽ തീവ്രമാകുന്ന അവസ്ഥയിൽ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു പോവുകയും ചിലപ്പോൾ പേഷ്യന്റിന് വെന്റിലേറ്റർ സഹായം കൂടെ വേണ്ടി വന്നേക്കാം. അമിതവണ്ണം, ചിലവരിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ശ്വാസനാളങ്ങൾ സങ്കോചിക്കുകയും തന്മൂലം ബ്രോങ്കോസ്പാസം പേഷ്യന്റ് അനുഭവപ്പെടുകയും അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിക്ക് പിന്നീട് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ആസ്മ എന്ന രോഗത്തിന്റെ രോഗനിർണയം 90% നമ്മൾ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. അതായത് രോഗിയുടെ ക്ലിനിക്കൽ പ്രസന്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ 90% ഡയഗ്നോസിസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഏത് അലർജൻ കൊണ്ടാണ് പേഷ്യന്റിന് അലർജി ഉണ്ടാക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾക്ക് 20 മുതൽ 30 വരെയുള്ള ആന്റിജൻ ടെസ്റ്റിംഗ്, അതായത് അലർജിക് സ്കിൻ പ്രിക് ടെസ്റ്റിംഗ് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് ഏത് അലർജനോടാണ് പേഷ്യന്റ് ഹൈപ്പർ റെസ്പോൺസീവ് ആവുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെതിരെയുള്ള ഇമ്മ്യൂണോ തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. എന്നിരുന്നാലും നമ്മളുടെ കോമൺ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ഫസ്റ്റ് ലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഹേലർ തെറാപ്പി തന്നെയാണ്. ഇൻഹേലേഴ്സ് പൊതുവായി 2 വിധമാണുള്ളത്. ക്യാപ്സ്യൂൾ ഇട്ട് വലിക്കുന്ന തരം ഇൻഹേലറും അതുപോലെ തന്നെ പ്രസ് ചെയ്യുന്ന തരം മീറ്റർ ഡോസ് ഇൻഹേലർ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഏത് പ്രായക്കാരിൽ എന്നിങ്ങനെ അനുസരിച്ച് ഇൻഹേലർ ഡോക്ടർ നിർണയിച്ച് കൊടുക്കുന്നതാണ്. പൊതുവേ ഉള്ള ഒരു മിഥ്യാധാരണയാണ് ജനങ്ങൾക്കിടയിൽ നമ്മൾ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്താൽ അത് ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ഒരുപാട് നാള് നമ്മൾ ഇൻഹേലർ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ഭയം ഉള്ളിലുള്ളത് കൊണ്ടും അതിൽ പാർശ്വഫലങ്ങൾ കൂടുതലാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ട് കൂടുതൽ ആളുകളും ആദ്യത്തെ ഒരാഴ്ച ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്തിട്ട് സിംറ്റംസിൽ ഒരു ലക്ഷണങ്ങളിൽ ഇംപ്രൂവ്മെന്റ് കാണിക്കുമ്പോൾ ഇൻഹേലറിന്റെ ട്രീറ്റ്മെന്റ് പാതി വഴിയിൽ വെച്ച് മുടക്കാറുണ്ട്. ഇൻഹേലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലടങ്ങിയിട്ടുള്ള മൈക്രോ പാർട്ടിക്കിൾസ് നമ്മുടെ ശ്വാസനാളത്തിൽ ഡയറക്റ്റ് ആയിട്ട് എത്തുകയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിലീഫ് തരികയും അതുപോലെ തന്നെ മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള നീർക്കെട്ടുകൾ ഗണ്യമായി കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ആദ്യം തുടങ്ങുന്ന ഡോസിൽ നിന്ന് ക്രമേണ ഡോസ് കുറച്ചുകൊണ്ട് ഇൻഹേലർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതായത് ആസ്മ എന്നുള്ള രോഗാവസ്ഥ നമുക്ക് പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തുന്ന ഒരു കണ്ടീഷൻ അല്ല. അത് നമ്മുടെ ബോഡിയുടെ ഒരു ഹൈപ്പർ റെസ്പോൺസ് ആണ് മേൽപ്പറഞ്ഞ ആന്റിജൻസിനെതിരായിട്ട്. അതിനാൽ ആ അലർജൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ ഇൻഹേലേഴ്സ് കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യൂസ് ചെയ്യുകയും സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുക എന്നത്. രോഗലക്ഷണങ്ങൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിന്റെ ക്ഷമത അളന്നുകൊണ്ടും നമ്മൾ ആസ്മ ഡയഗ്നോസ് ചെയ്യാറുണ്ട്. ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ സ്പൈറോമെട്രി ടെസ്റ്റ് ആണ് നമ്മൾ സാധാരണയായി ചെയ്യുന്നത്. സാധാരണ ആരോഗ്യവാനായ ഒരു മനുഷ്യന് ഏകദേശം 30 മുതൽ 90 സെക്കൻഡ് വരെയാണ് ശ്വാസം നമുക്ക് പിടിച്ചു വെക്കാൻ സാധിക്കുന്നത്. അതായത് ആ വൈറ്റൽ കപ്പാസിറ്റി ടൈമിങ്. അത് നമ്മൾ ട്രെയിനിങ് എക്സസൈസ് കൊണ്ട് ഏകദേശം ഒരു 2 മിനിറ്റ് വരെ നമ്മുടെ ബോഡി ബിൽഡിങ്ങിനനുസരിച്ചിട്ട് നമുക്കത് പ്രൊലോങ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ലോകത്ത് വന്നുപോയ മഹാമാരിയായ കോവിഡിന് ശേഷം പൊതുവെ ജനങ്ങളിൽ ഈ ലങ്സിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിനാൽ ഈ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് 2-3
ശ്വസന വ്യായാമങ്ങൾ ഞാനിവിടെ നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ 3 എണ്ണമാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. അതിൽ ഒന്നാമത്തത് പേഴ്സ്ലിപ്പ് ബ്രീത്തിങ്, രണ്ടാമത് അബ്ഡോമിനൽ ബ്രീത്തിങ് അല്ലെങ്കിൽ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്, മൂന്നാമത്തെന്നുള്ളത് ഡീപ്പ് ഓറൽ ബ്രീത്തിങ്. അത് 3ഉം ഞാനിവിടെ കാണിച്ചു തരാം. അത് ഒന്നാമത്തെന്ന് പറയുന്നത് പേഴ്സ്ലിപ്പ് ബ്രീത്തിങ്, അതായത് നമ്മൾ മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. മൂക്കിൽ കൂടെ ശ്വാസം ഉള്ളിലെടുത്ത് ഒരു മിനിമം ഒരു 3 സെക്കൻഡ് ആ ശ്വാസം പിടിച്ചു വെക്കുക. അതിനുശേഷം ഒരു വിസിലടിക്കുന്നത് പോലെ ആ ശ്വാസം കുറച്ചധികം നേരം എടുത്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. അപ്പൊ ഇതിലൂടെ നമ്മൾ എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസനാളങ്ങളിൽ എത്തിച്ചേരുന്ന ശ്വസന അറകൾ, അതായത് ആൽവിയോളൈ എന്നുള്ള ആ ശ്വസന അറകളിൽ നിന്നും എയർ കെട്ടിക്കിടക്കാതെ പൂർണ്ണമായിട്ടും ആ ശ്വാസം പുറത്തേക്ക് തള്ളുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ശ്വാസം മൂക്കിൽ കൂടെ ഉള്ളിലേക്ക് എടുക്കുക. നമ്മൾ വിസിലടിക്കുന്നത് പോലെ ആ ശ്വാസം കുറച്ച് ദീർഘനേരം എടുത്തുകൊണ്ട് ശ്വാസം പുറന്തള്ളും. ഇതുപോലെ തന്നെയാണ് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എന്നുള്ളത്. അതായത് വയറിന് മുകളിലായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതേപോലെ തന്നെ മൂക്കിലേക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 3 സെക്കൻഡ് ശ്വാസം പിടിക്കുക. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെസ്റ്റിനെയും വയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പേശിയായ ഡയഫ്രം എന്നുള്ള പേശിയുടെ ബലം അല്ലെങ്കിൽ ക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് പറഞ്ഞത് ഡീപ്പ് ഓറൽ ബ്രീത്തിങ് എന്നുള്ളത്, അതായത് വായിൽ കൂടെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇതുപോലെ തന്നെ കുറച്ച് സമയം ശ്വാസം പിടിച്ചു വെക്കുക. അതിനുശേഷം വളരെ സമയം എടുത്തുകൊണ്ട് തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. തുടക്കത്തിൽ 3 മുതൽ 5 തവണ വരെ ദിവസേന ചെയ്യുക. പിന്നീട് ക്രമേണ അതിന്റെ കൗണ്ട് കൂട്ടിക്കൊണ്ടുവരിക. ക്രമേണ നമുക്ക് ശ്വാസനാളത്തിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാവുന്നതാണ്. പൊതുവെ കോവിഡ് വന്നു പോയവരിലും പോസ്റ്റ് കോവിഡ് ചേഞ്ചസ് ഉള്ളവരിലും ഇതുപോലെയുള്ള ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നത് വഴി നമ്മുടെ ലങ്സിന്റെ ശ്വസന ക്ഷമത കൂട്ടാനായിട്ട് സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ എല്ലാവരും ഇത് പാലിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം.